സ്നേഹിതരുടെ പ്രയർ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ദൈവത്താൽ ദൈവത്തെ മാറ്റപ്പെടുത്താം. ആമേൻ. അനുഗ്രഹമായ നല്ല ശനിയാഴ്ച രാത്രിക്കായി നമ്മളോട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കലങ്കത്താവെ കന്യാകണ്ഠനും കായലിന്റെ വീശനും പ്രാണമരണത്തിങ്ങത്താവെ അങ്ങ് കത്തുവച്ച് നാം ചെല്ലവിധം കായി നന്ദി പറയുന്നു. കർത്താവ് ഇത്രയും ഉൾപ്പെട്ട് ലോകത്ത് മാറ്റപ്പെട്ടപ്പോ അനേകമില്ല ദുഃഖിതരായ സമാധാനമില്ല സന്തോഷമില്ല ദുഃഖത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോ, അനേക ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോ, അനേക ഡൈവേഴ്സിന്റെ വക്കിലായപ്പോൾ അപ്പൊ അവിടെ നല്ല കർത്താവെ സ്നേഹത്തിനും പ്രയർ ഫാമിലിയായി കോൺഫറൻസ് കോളിലെ കർത്താവ് വിദേശത്തും സ്വദേശത്തും ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം അങ്ങനെ പാതകളിലായിരിക്കുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം അപ്പന്റെ കരത്തിൽ ഏൽപ്പിച്ചു ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അവർ അനുഗ്രഹിച്ച് ആശീർവദിക്കുമ്പോഴാണ് മേലോടത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ശുശ്രൂഷിക്കാൻ നിന്റെ ദാസനോട്ട് കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എന്നെ ശക്തനാക്കുന്ന മുഖാന്തര ഞാൻ സകലത്തിനും മതിയായ ദൈവമാകിയ എന്റെ മാനവ ശക്തിയെ ബലപ്പെടുത്തുമാറാണ് പ്രാർത്ഥിപ്പുതു പുത്തന അഭിഷേകം നിറയ്ക്കണമേ. പുരുഷന്റെ മറന്ന് സംസാരിപ്പ് അധികാരപ്പെടുത്തണമേ. പ്രാർത്ഥന രാത്രികാലം പാടുക. കുഞ്ഞുങ്ങളെ സഹായിച്ചില്ല, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രാത്രികാലത്തൊക്കെ ലൈവായിട്ട് തരുക. അത് അനേക കാര്യങ്ങൾ വിടുതലായി തരുക, സൗഖ്യമായി തരുക, സന്തോഷമായി തരുക, വിടുതലായി തരുക. രോഗികൾ കർത്താവ് എഴുന്നേൽപ്പം കർത്താവെ എവിടുന്ന് ഇടയാക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടി സഹായിക്കണമെന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. രാത്രികാലത്ത് വചന ദൈവദാസൻ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിങ്കിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ ലോകത്തിൻ്റെ അറ്റത്തോളം മാറ്റമില്ലാത്ത വചനത്തെ ശുശ്രൂഷിപ്പാൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ആമേൻ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പൂഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഘയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരാഴ്ച മുഴുവൻ ദൈവമായ കർത്താവ് നമ്മെ അവിടിവിടങ്ങളായി സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. ആമേൻ. ദൈവം എത്ര വല്ലവനാണ്. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് നാളിതുവരെ നമ്മെ ജയത്തോടെ നടത്തിയ ആ വലിയ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സമപ്രായത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ടവര് ആമേൻ ഈ കഴിഞ്ഞ ആമേൻ ദിനങ്ങളിൽ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. എത്രയോ പേര് കണ്ണുനീരും ദുഃഖവും പേരി കഴിയുന്നു. എത്രയോ പേര് സമാധാനമില്ലാതെ സന്തോഷമില്ലാതായിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് ഒരിക്കൽ കൂടെ ആ കരമടിച്ച് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്നലെക്കാൾ ഇന്നു ഞാനും പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രേ ആനന്ദം. ഇന്നലെക്കാൾ ഇന്നു ഞാനും പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രേ ആനന്ദം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഹല്ലേലൂയ ആമേൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയുള്ള ദൈവമക്കൾ ഓ കരങ്ങളെ തട്ടി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ആ കഷ്ടതയില്ലാത്ത, ആ പട്ടിണിയില്ലാത്ത, ആ പൈതാഹമില്ലാത്ത ആമേൻ ആ പ്രാണപ്രിയൻ ഒരുക്കുന്ന ഭവനത്തിലേക്ക് ആമേൻ നമ്മെ കൊണ്ടുപോകും. ആമേൻ. വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയ കർത്താവിന്റെ വരവിന് മുന്നോടിയായി അതേ നടക്കേണ്ട തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ടും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ദൈവം ദീർഘമാക്കി തന്നതുകൊണ്ടും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ വലുവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആമേൻ അതേ യോഗ്യമായ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിന് യോഗ്യമായ ഫലമാ? മനസാന്തരത്തിന് യോഗ്യമായ ഫലമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫലം കാണാത്ത അത്തിയെ ആമേൻ അതേ വാക്കിനാൽ ആമേൻ ശപിച്ച കർത്താവ്. ഹല്ലേലൂയ. വാക്കിനാൽ കൽപ്പിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷക്തനെ, കൂടപ്പറപ്പേ, ഹല്ലേലൂയ ആമേൻ അരുമനാഥന്റെ വാക്ക് വിശ്വസിക്കാതായാൽ, അരുമനാഥന്റെ വചനം സ്വീകരിക്കാതായാൽ ആമേൻ നിത്യമായ മരണം ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. അത് നിത്യജീവൻ അവകാശമായി തീരണമെങ്കിൽ ആകാശം മാറിയാൽ
മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ അതെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലായി ഈ ഭൂമിയിൽ ആമേൻ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. ആമേൻ കഷ്ടത ഉണ്ടായിരുന്നോ, വേദന ഉണ്ടായിരുന്നോ, പ്രയാസം ഉണ്ടായിരുന്നോ, പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നോ, അവർക്കാണ് ഏറ്റവും കൂടുതൽ കർത്താവിനെ രുചിച്ചറിയുവാൻ കഴിഞ്ഞത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. ആമേൻ കഷ്ടമുള്ളവർക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഭൂമിയിൽ ആമേൻ ഒരു പകൽ കൂടെ കർത്താവിനെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ലഭിച്ച അവസരം ഭാഗ്യകരമായി കാണുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം അകത്തോട്ടെടുക്കുന്ന ശ്വാസത്തിന്റെ വില അറിയാത്തവരുണ്ട്. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ അറിഞ്ഞ ആ ദൈവം നമ്മുടെ അമ്മയുടെ പുക്കൾ കൊടിയിൽ ഉദരത്തിനകത്ത് നാം കിടന്നപ്പോ അമ്മ ശ്വസിച്ച പ്രാണവായു അവിടെ കിടന്ന് ശ്വസിച്ച് അമ്മയുടെ പൊക്കിൾ കൊടി ബന്ധം മുറിച്ച് പിന്നെ സ്വയം ശ്വസിക്കാൻ തുടങ്ങി. ഈ സമയം വരെ നീ അകത്തോട്ടെടുത്തിട്ട് പുറത്തോട്ട് വിട്ട ഓക്സിജന്റെ അളവും അതിന്റെ വിലയും കൂടെ നീ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാ ആമേൻ ഇനി ഒരു ജന്മം മുഴുവൻ ആമേൻ നീ പണിയെടുത്ത് വീട്ടിയാലും തീരാത്ത കടമാണ് ആമേൻ കർത്താവിന് അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നീ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. അത് കൊടുത്ത് വീട്ടാനുള്ളത്. ആമേൻ അതെ നമുക്കറിയാം ഇവിടെ ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതായപ്പോ ഓരോ ഹോസ്പിറ്റലിലും എത്രയോ മരണങ്ങൾ അല്ലെ നമ്മുടെ ഗവൺമെന്റ് അതിനുവേണ്ടി വളരെ ശക്തമായി ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് പ്രാണവായുവിന് വേണ്ടി പിടയുന്നവർക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കുവാൻ ബന്ധപ്പെട്ടത് നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കണ്ടതാ. ഇന്ന് രാത്രിയിലും പ്രാണവായുവിന് ആണ്ടി പിടയുന്ന അനേകര് നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അതെ ഒരു വിലയും കൊടുക്കാതെ സൗജന്യമായി നിനക്ക് നൽകുന്ന ഓക്സിജന്റെ അളവ് അതിന്റെ വില മനസ്സിലാക്കിയെങ്കിലും ഇന്ന് രാത്രി അധരം തുറന്ന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഇന്ന് ആമേൻ ഞാൻ ഒരുപാട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഒരുപാട് ആളുകൾ വിളിച്ച് ആമേൻ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ആമേൻ. അതിനിടയിൽ ഒരു ഫോൺ കോളിൽ ആമേൻ ഈ ഇദ്ദേഹത്തിന് എവിടുന്നോ കുറേ വരുമാനം കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയോ എവിടുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആണ് ഈ കാണിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വാസ്തവമായി നിങ്ങളോട് പറയാം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങളെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ ആമേൻ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അഭിഷക്തന്മാരെ ആമേൻ ഭക്തനായ ഏലിയാവിനെ പോറ്റിയ അതേ ദൈവമാണ് ആമേൻ തൻ്റെ മക്കളെ പോറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഉയരത്തിലെ ദൈവത്തിന്റെ ആമേൻ ഉൾത്തിരിഞ്ഞ വചനത്തെ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും പിന്തുടരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. നീ ആ നല്ല ഇടയനെ അനുഗമിച്ചാൽ പ്രൈസ് ദി ലോർഡ് ലോകത്തിൽ ഒത്തിരി ആമേൻ നേതൃത്വമുണ്ട്, ലോകത്തിൽ ഒത്തിരി ആമേൻ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിന്റെ പുറകെ പോകുന്നവരുടെ കാര്യമല്ല 23 സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നല്ല ഇടയനാകുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആടുകൾക്ക് ആമേൻ അതെ അവൻ ആവശ്യമായത് പച്ചപ്പുൽ മേടുകളിൽ ആമേൻ നടത്തുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം അടച്ചാൽ അത് ആർക്കും തുറക്കാനോ കഴിയത്തില്ല. ആമേൻ. യഹൂദ ഗോത്രത്തിന്റെ സിംഹം ആയ കർത്താവ് ആമേൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലെന്ന് ആമേൻ അതെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ആമേൻ കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ച അതെ വേദഭാഗം വായിച്ച് ആമേൻ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുകയാണ്. ആമേൻ. അത് അബ്രഹാമിന്റെ ഭാര്യയായ സാറ ആമേൻ വാഗ്ദത്ത പ്രകാരം ഒരു തലമുറ ലഭിക്കുമെന്നുള്ള ദൂത് കേട്ട അബ്രഹാമിന്റെ പറഞ്ഞു, അബ്രഹാമേ കാര്യമൊക്കെ ശരിയാ, യജമാനനെ കാര്യമൊക്കെ ശരിയാ, പക്ഷേ സ്ത്രീകൾക്കുള്ള മുറ നിന്നിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യമായെന്ന് അവൻ ഈ വാഗ്ദത്തം ചുമ്മിക്കൊണ്ട് സ്വത്രം പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. ആമേൻ. പ്രകൃതിയിൽ ആമേൻ അത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നിന്നിരിക്കുകയാ. ആമേൻ. ഒരു സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്ത് ആമേൻ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിന്നിരിക്കുകയാ. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ നിർജീവ അവസ്ഥയെ മനസ്സിലാക്കി ആമേൻ തൻ്റെ ഭാര്യ ആമേൻ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ ആമേൻ ദാസി ഹാഗർ എന്ന് പറയുന്ന ആമേൻ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയുണ്ട്. ആമേൻ അവിടെ ചെന്ന് അവളുമായി സംബന്ധം കൂടിയാൽ ഒരു പക്ഷേ ആ വാഗ്ദത്തം നിറവേറുമായിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ അബ്രഹാമിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അബ്രഹാം അത് ഹാഗറിന്റെ അടുത്ത് ചെന്ന് പരിഗ്രഹിച്ച് ഒരു തലമുറയുണ്ടായി. അത് അറിയാം, അത് ഇസ്മായേൽ. ഹല്ലേലൂയ. അങ്ങനെ ഇസ്മായേലുമായി ആമേൻ സന്തോഷത്തോടെ കഴിയുവാൻ അല്ല ദൈവം വാഗ്ദത്തം കേൾപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ വാഗ്ദത്ത സന്തതി ആമേൻ വെളിയിൽ വരാതിരിക്കുവാൻ ചില ക്രമക്കേടുകളെ ആമേൻ ദൂത് കേട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ ആമേൻ അത് വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. എന്നാൽ സീനായി മലയിൽ ഹാഗർ അടിമയായി ആമേൻ തലമുറകളെ ആമേൻ അത് വെളിയിൽ കൊണ്ടുവന്ന അതേ സീനായി ആമേൻ മലയുടെ മുകളിൽ ആമേൻ അത് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ അത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിതനായ അഭിഷക്തനെ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ കൊന്നുകളയുവാൻ കൽപ്പനയുള്ള രാജാവിന്റെ കൊട്ടാരത്തിൽ വളർത്തി വലുതാക്കി ആമേൻ അത് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തേക്കെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹിതനായ അഭിഷക്തനായ മോശ ആ സീനായിയുടെ മലമുകളിൽ കയറി. ഹല്ലേലൂയ. അത് നാം പാടാറില്ലേ? സീനായി മലമുകളിൽ ഒരു തീജാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ആമേൻ. തായി വീശണമേ, നദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അടിമത്തത്തിൽ കടന്ന ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിപ്പാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നും നീ കഷ്ടത്തിനകത്ത്, എന്നും നീ വേദനയ്ക്കകത്ത്, എന്നും നീ കണ്ണുനീരിനകത്ത്, എന്നും നീ അസമാധാനത്തിനകത്ത്, എന്നും നീ രോഗക്കിടക്കയിൽ കിടക്കണമെന്ന് ആമേൻ ദുഷ്ട പിശാച് ആഗ്രഹിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തി അഴിപ്പാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതേ ലോകരക്ഷകനായ ക്രിസ്തു 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ചു എന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. അത് അറിഞ്ഞവർക്കായി അതിൻ പ്രകാരം ജീവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അനുഗ്രഹീതമായ നിലയിൽ ആമേൻ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിപ്പാൻ ദൈവം ആമേൻ അതെ പഴയ നിയമ ഭക്തന്മാരുടെ കാലഘട്ടങ്ങളിലും പുതിയ നിയമ വിശുദ്ധന്മാരുടെ ജീവിത കാലഘട്ടങ്ങളിലും ആമേൻ ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും ആ മാറാത്ത തിരുവചന സത്യങ്ങളെ വള്ളി പുള്ളി മാറാതെ അതിനെ വിശ്വസിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്നും ആമേൻ ദൈവം കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ നന്മ
പ്രാപിക്കുന്നവർ, അവന്റെ നന്മ അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഇവിടുത്തെ ആമേൻ ചില സിസ്റ്റം വഴി ആമേൻ ചില നന്മകളൊക്കെ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ ആ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ ആമേൻ എന്ത് ചെയ്യത്തുള്ളൂ, ആമേൻ അതെ ആ നന്മ കിട്ടത്തുള്ളൂ. ഞാനും ഏറിയ കാലം ആമേൻ അതെ റിപ്പോർട്ട് കൊടുത്ത് സപ്പോർട്ട് വാങ്ങിയ ഒരു സിസ്റ്റത്തിനകത്തൂടെ സഞ്ചരിച്ച വ്യക്തിയാ. പ്രൈസ് ഗോഡ്. അതെ, മാസാമാസം ആമേൻ റിപ്പോർട്ട് കൊടുത്ത് ആമേൻ സപ്പോർട്ട് വാങ്ങാൻ ചില ക്രമക്കേടുകളൊക്കെ നടത്തി ആമേൻ അതിൻ്റെയൊക്കെ അനുദപിച്ചത് നിമിത്തം സ്വർഗത്തിലെ ഭണ്ഡാരം തുറന്ന് ആവശ്യമുള്ള സമയത്ത് ആവശ്യം പോലെ എടുത്ത് അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ തന്റെ ഭക്തന് കാക്കയയച്ച് തോട്ടിലെ വെള്ളം ആമേൻ കൊടുത്ത് പോറ്റിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മയെ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമേൻ. അതെ, ചില വ്യക്തികൾ ആമേൻ ചില ആളുകൾ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഉയർച്ചയെ കണ്ടിട്ട് ആമേൻ അതെ പഴയ നിയമ ഭാഗത്ത് ആമേൻ മോർദെഖായിയെ ദൈവം മാനിക്കുവാൻ കണ്ടിരിക്കുന്നുവെന്ന് ചില ഹാമാന്മാർക്ക് മനസ്സിലായപ്പോ ഉറക്കം വന്നില്ലെന്ന് ആമേൻ ഉറക്കം കെട്ടെന്ന് എങ്ങനെ ദൈവം അതെ മാനിക്കാൻ കണ്ടിരിക്കുന്ന ആമേൻ മോർദെഖായിയെ തൂക്കുമരത്തിലേറ്റാമെന്ന് കുതന്ത്രം ചിന്തിച്ച് കഴുകുമരം ഒരുക്കി കാത്തിരിക്കുന്ന ചില കാട്ടാളന്മാരെ പോലുള്ള ചില കപട ഭക്തക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദുഷ്ടലോകത്ത് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അഭിഷക്തനെ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, നീ വിശ്വസ്തനായാൽ, അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിന് വിധാരകനാക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നലകളിലെ നിന്റെ ക്രമക്കേടുകളെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയപ്പോൾ ആമേൻ നീ അനുദപിക്കുവാൻ തയ്യാറായാൽ ഒന്നാമത്തെ ശിഷ്യനായ പത്രോസ് കോഴി കൂകുന്നതിന് മുമ്പ് തള്ളിപ്പറയുമെന്ന് മുഖത്ത് നോക്കി അരുമനാഥൻ പറഞ്ഞപ്പോൾ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞവൻ വള്ളിമുള്ളി മാറാതെ അരുമനാഥന്റെ മുഖത്ത് നോക്കി ആമേൻ തള്ളിപ്പറഞ്ഞിട്ട് ആമേൻ അനുദപിച്ചപ്പോൾ ചേർത്ത് നിർത്തി ആമേൻ താക്കോല് കൈമാറി ആമേൻ അതെ പത്രോസേ, ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയോട് ചേർത്ത് നിർത്തി മാനിച്ച അഭിഷക്തൻ എഴുതി അവൻ നമുക്കായി കരുതുന്നവനാകിയാൽ അത് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്നുകൊണ്ട് ആമേൻ അനേകരെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാൻ അഭിഷേകത്തിന്റെ വചനവുമായി ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, നിനക്കെതിരെ ആമേൻ ഉയർന്നു വരുന്ന പ്രതികൂലങ്ങൾക്കോ ആമേൻ അതെ അതെ പ്രതിസന്ധിക്കോ നിന്നെ വിട്ടുകൊടുക്കാതെ സുരക്ഷിതമായി നിന്നെ സംരക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്ന ദൈവജനം കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആമേൻ. ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന സകലരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും ഒടുവിലായി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആരെങ്കിലും കമന്റ് ബോക്സിൽ വിഷയങ്ങൾ ഇട്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സമ്പന്നനാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങളെ സമ്പന്നനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എങ്ങനെ ഉയരാമെന്ന് ആമേൻ ചിന്തിക്കാത്ത ആരുമില്ല. എനിക്ക് എങ്ങനെ കുറച്ചും കൂടെ ഉയരാമെന്ന് ചിന്തിക്കാത്ത ആരുമില്ല. അതെ, എപ്പേസ് തന്റെ അമ്മയ്ക്ക് വ്യസന പുത്രനാകുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അതിരുകളൊന്ന് വിസ്താരമാക്കി തരണമേ. ഇന്ന് രാത്രിയിലും ആമേൻ അങ്ങനെ പ്രാർത്ഥിക്കാത്ത എത്ര പേരുണ്ട്? എൻ്റെ അതിരുകളൊന്ന് വിസ്താരമാക്കണം, എൻ്റെ സാമ്പത്തിക അതിരൊന്ന് വിസ്താരമാക്കണം, എൻ്റെ ശാരീരിക ആരോഗ്യത്തെ ഒന്ന് വിസ്താരമാക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അതിരുകളെ വിസ്താരമാക്കണം, എൻ്റെ ആത്മീയ ശുശ്രൂഷയൊന്ന് വിസ്താരമാക്കണം, എൻ്റെ ഭൗതിക നന്മകളെ ഒന്ന് വിസ്താരമാക്കണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലൂടെ അതേ നമ്മളോട്
നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നു, നിങ്ങളെ സമ്പന്നനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതിനാധാരമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ ചിന്തിപ്പാൻ നൽകിയിരിക്കുന്ന വേദഭാഗം സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. ആമേൻ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറഞ്ഞു, മടിയാ നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ അലസനായി മടിയനായി കിടന്നുറങ്ങിയിട്ട് ആമേൻ നീ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരങ്ങനെയാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ സഭയുടെ അംഗമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഹല്ലേലൂയ. സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആമേൻ കാര്യങ്ങളെ വായിച്ച് ഗ്രഹിച്ച് അതും പ്രകാരം ജീവിക്കാതെ അറിയാമെന്നുള്ള അത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് നടക്കുന്ന അനേകരുണ്ട്. ഇന്ന് രാത്രി ആമേൻ വായിച്ചാലും ആമേൻ അതെ സദൃശ്യം 10:22. ഹല്ലേലൂയ. സോറി സദൃശവാക്യങ്ങൾ 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്തിനോട് അതിനോട് ഒന്നും കൂട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആമേൻ വായിക്കാൻ പറഞ്ഞ വേദഭാഗം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യമാണ് വായിച്ചിരിക്കുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവിക അനുഗ്രഹം ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമ്പത്തുണ്ടാകുമെന്ന് വചനം പറയുന്നു. ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്താൽ ഒന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയട്ടെ, യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാത്രി ആമേൻ തനിക്കുണ്ടായിരുന്നതെല്ലാം യാബോക്ക് നദിയുടെ മറുകരയിൽ കടത്തിയിട്ട് താൻ ഒറ്റയ്ക്ക് ഒരു രാത്രി ദൈവവുമായിട്ടുള്ള സമയം ചെലവഴിച്ചതുകൊണ്ട് ആമേൻ അടുത്ത പ്രഭാതത്തിൽ അവൻ ഇസ്രായേൽ എന്ന പേരിന് അർഹനായി അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, അവര് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഇത്രമാത്രം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ കാരണമായത്. അന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആ തലമുറകൾ ഇന്നും ലോകത്തിന് ആമേൻ പേരും പെരുമയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, അബ്രഹാമിന്റെ ആമേൻ അതേ ഭാര്യയായ സാറയുടെ വാക്ക് കേട്ട് ആമേൻ ഹാഗറിന്റെ അടുത്ത് പോയി തലമുറയെ ഉണ്ടാക്കി. ആ തലമുറയെയും ഹാഗറിനെയും ഇറക്കി വിട്ടപ്പോൾ ആമേൻ അതേ മരുഭൂമിയിൽ ആമേൻ ഒരു ഉറവ തുറന്നു. ആ ഉറവ ഇന്നും അടഞ്ഞിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇന്നും അത് തുറന്നിരിക്കുകയാ. അവിടെ നിന്ന് അനേകര് വെള്ളം പുണ്യജലമായി കോരിയെടുക്കുന്നുണ്ട്. ആമേൻ. ഞാൻ അതാ പറഞ്ഞത്, ദൈവം തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി ആമേൻ ദൈവിക അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വന്നാൽ അതിനെ തടയാൻ, അതിനെ അടയ്ക്കാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആര് നിന്നെ ഇറക്കി വിട്ടാലും, ആര് നിന്നെ ആമേൻ ശപിച്ച് തള്ളിയാലും ആ ശാപത്തെ ഇല്ലാതാക്കി ആമേൻ നിന്നെ അനുഗ്രഹിപ്പാൻ അതെ നിന്റെ നിലവിളി കേട്ട് ചാഞ്ഞിറങ്ങി വരുന്ന ഒരു കരുതുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതേ ശ്രദ്ധിച്ച് കേട്ടാലും യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചുമ്മാ അധ്വാനിച്ച് കുറെ നന്മ ഉണ്ടാക്കാൻ വേണ്ടി പടപ്പാട് ആമേൻ കഴിക്കുന്നവരുണ്ട്. ഒന്നും കൂട്ടാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറയുകയല്ല, വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് കർത്താവിന്റെ അനുഗ്രഹം സമ്പന്നമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ അതിൽ ദുഃഖം കൂട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സന്ദേശം ഇങ്ങനെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ ദാസൻ. പ്രൈസ് ഗോഡ്. ഈ ദാസനായിരിക്കുക എന്ന് പറയുന്നത് ആമേൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു വഴിയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതാ ഞാൻ നിന്റെ ദാസി,
ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആമേൻ. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഇരിക്കുന്ന മറിയയുടെ റൂമിനകത്ത് ദൂതുമായി ഇറങ്ങി വന്ന ദൂതനോട് ബുദ്ധി കൊണ്ട് സംസാരിച്ചു. ബയോളജി പറഞ്ഞ് സമയം പോക്കാതെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ദൂതൻ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൂതിന്റെ മുമ്പിൽ സ്വയം ആമേൻ വിധേയപ്പെടുത്തി ആമേൻ ആ അത്യുന്നതന്റെ ആ നിഴല് തന്റെ മേൽ ഒന്ന് വരുവാൻ സമർപ്പിക്കപ്പെട്ടപ്പോൾ ആമേൻ താൻ ഭയപ്പെട്ടതൊന്നും തന്റെ മേൽ വരാതെ ഒരു അനുഗ്രഹത്തിന് ഉടമയായി ലോകം ഭാഗ്യവതി എന്ന് പുകഴ്ത്തത്തക്ക വിധത്തിൽ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയാൽ ഞാനും നീയും രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ ഒരു ആമേൻ സമർപ്പണം ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി സ്വർഗീയ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ആഴമേറിയ സമർപ്പണം ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ പകർച്ച നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ അതിര് മാറും, നിന്റെ അവസ്ഥകൾ മാറും. നിന്നിലൂടെ അനേകന് അനുഗ്രഹിക്കപ്പെടും. നിത്യതയ്ക്ക് അവകാശിയാകും. കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ സമർപ്പണം എന്ന് പറയുമ്പോൾ ആമേൻ പാതി സമർപ്പണമല്ല, മുഴു സമർപ്പണമാണ്. ഹല്ലേലൂയ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഇങ്ങനെ: ഞാൻ അവന്റെ ദാസൻ, യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. ആമേൻ. അവൻ മഹാനായി തീർന്നു. അപ്പോ അവൻ ദാസൻ പറയുക, ആരാ? അബ്രഹാമിന്റെ ദാസൻ പറയുക, എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. ആരനുഗ്രഹിച്ചെന്ന? അമ്മായിപ്പൻ അനുഗ്രഹിച്ചെന്നല്ല. ആമേൻ. അമ്മായിമ്മ അനുഗ്രഹിച്ചെന്നല്ല. ആമേൻ. അളിയൻ തന്നു എന്നല്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ കാണത്തക്ക വിധത്തിൽ ഇരുന്നല വീട് വെക്കാൻ ആമേൻ ഭാര്യ വീട്ടിൽ അല്ലെങ്കിൽ അവിടുന്നെങ്കിലും കുറച്ച് നന്മ കൊണ്ടുവന്നിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നല്ല അവിടെ പറയുന്നത്. ആമേൻ. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്ന് ദൈവദാസനെ ആമേൻ പൊന്നിടുന്നതിന് എന്നെ കുഴപ്പം? ഹല്ലേലൂയ. ആമേൻ. വെള്ളി ഇടുന്നതിന് എന്താ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു എന്ന് ആമേൻ പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഇടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ആമേൻ. ഇടുന്നവരിട്ടോ. ആമേൻ. എനിക്കൊരു കുഴപ്പവും ഇല്ല. പക്ഷേ ആമേൻ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആമേൻ വള്ളി പുള്ളി വിടാതെ കണ്ട് അനുസരിക്കുന്ന തന്റെ മക്കളെ അനുഗ്രഹിക്കുകയും താൻ ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിങ്കൽ നീ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ നീ അനുസരിക്കേണ്ടതായ വചനങ്ങളെ കണ്ടെത്തി നീ അനുസരിച്ചാൽ നീ തള്ളപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ. ആമേൻ. സങ്കീർത്തനം 1:3 വായിക്കുന്നു: അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആരാ? യഹോവയാം ദൈവം ആരെന്നറിഞ്ഞ് അവന്റെ ഇഷ്ടം ചെയ്ത് അമ്മൻ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അമ്മൻ. അങ്ങനെ 128 സങ്കീർത്തനം അതിന്റെ ആമേൻ 1-2 വാക്യങ്ങളിൽ ഈ ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവനും ഭാഗ്യവാൻ. അവൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, അഭിഷക്തരെ, യഹോവയെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദാസൻ പറഞ്ഞത് അബ്രഹാമിനെ യഹോവയാണ് അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ആമേൻ. അബ്രഹാമിനെ യഹോവ വിളിച്ചപ്പോൾ വിളികേട്ടിറങ്ങിയവനാ. ഇന്ന് രാത്രി യഹോവയാം ദൈവം വിളിച്ച് ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലെ, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ, നിന്നെ സ്വർഗത്തിലെ ആമേൻ സകലവിധ നന്മകളാലും അനുഗ്രഹിപ്പാൻ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. വിശ്വസിക്കുന്നവർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആമേൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആമേൻ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്തപ്പോൾ ഒന്ന് വണങ്ങിയാ മതി, ആമേൻ ഈ കാണുന്നതെല്ലാം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി തള്ളിയിട്ട് ഒതുക്കാൻ നോക്കിയ ദുഷ്ടപിശാചിനെ വചനം കൊണ്ട് വെട്ടി പരാജയപ്പെടുത്തിയ ദൈവപുത്രന്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടാകണം. പ്രൈസ് ഗോഡ്.
ക്രമക്കേടിലൂടെ വരുന്ന നന്മയും ക്രമക്കേടിലൂടെ വരുന്ന ആമേൻ നേട്ടവും ആമേൻ വേണ്ട എന്ന് വെക്കണമെന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനെ അതേ ഭക്ഷണം കൊണ്ടും ആമേൻ നന്മ കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും ആരാധന കൊണ്ടും തകർത്ത് കളയുവാൻ പിന്തുടർന്ന ചില പൈശാചിക ശക്തികൾ ഇന്നും കാഴ്ചപ്പാട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആമേൻ അതേ ആമേൻ ക്രമക്കേടിലേക്ക് തലമുറകളെ വലിച്ചിഴയ്ക്കുന്ന സംഭവങ്ങൾ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്നാൽ അതേ പുഴുവും ഹല്ലേലൂയ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അത് പിശാചിനെ നോക്കി പറ, പോട പന്ന പിശാചേ, ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ, അവന്റെ വഴികളിൽ നടന്നു കഴിഞ്ഞാൽ ആമേൻ ഞാൻ ഭാഗ്യവനായി മാറുമെന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ നിന്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ അധ്വാന ഫലം ആമേൻ നീ അനുഭവിപ്പാൻ ഇടയാകാത്ത വിധത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച അതേ ശിഷ്യന്മാർ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ആമേൻ. പുഴുവും തുരുമ്പും കൊടുക്കാതെയും ആമേൻ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിന് തന്റെ മക്കളോട് നല്ല മനോഭാവമാണുള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അവരെ അനുഗ്രഹിക്കുകയും സമ്പന്നരാക്കുകയും ചെയ്യുക എന്നതാണ് ആമേൻ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അവൻ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അവരെ സൃഷ്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോ എന്ന് പറഞ്ഞ് തള്ളി വിടുകയായിരുന്നില്ല. ദൈവം അവരെ സൃഷ്ടിച്ചതിന് മുമ്പേ അവർക്ക് വേണ്ടി മനോഹരമായ ഒരു തോട്ടം ആമേൻ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആമേൻ. ആ തോട്ടത്തിൽ വേല ചെയ്യുവാനാക്കി. അപ്പൊ പണിയില്ലാതെ നായെപ്പോലെ തുക്കിത്തിരിഞ്ഞ് നടക്കാൻ ആരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ദൈവം ആമേൻ അതെ തന്റെ പുത്രനിലൂടെ അത് വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തിയും അനാഥനായി നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കറങ്ങിത്തിരിഞ്ഞ് അതെ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ദൈവം അവിടുത്തെ കൃപകളും വരങ്ങളും അവിടുത്തെ അധികാരവും അവിടുത്തെ ശുശ്രൂഷയും ഒക്കെ നൽകിയിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഓ വിളിയെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലെ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ എങ്ങനെ ഇങ്ങനെ പ്രൈസ് ഗോഡ് അതെ ദൈവം ആമേൻ തന്റെ സ്വരൂപത്തിൽ ഹല്ലേലൂയ അവനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തെ ആമേൻ ചൂണ്ടി ആമേൻ ദൈവത്തെ വെളിപ്പെടുത്തി ആമേൻ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഈ എന്നെ കാണുന്നില്ലേ, ഇതുപോലെ ദൈവം പറയാണ് ഇങ്ങനെ പ്രൈസ് ദി ലോർഡ് തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ വിവേകമുള്ളവനാക്കി തീർത്ത ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആണും പെണ്ണുമായി ഈ ഭൂമിയിൽ ദൈവം അവരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ആണായി പിറന്നവരും പെണ്ണായി പിറന്നവരും കൈയടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും മത്തായി സുവിശേഷം 19-ാം അധ്യായം 4 ആമേൻ 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹിയായി തീരും എന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ല.
വായിച്ചിട്ടില്ലയോ? എവിടെയാ വായിച്ചേ? നാണയ്ക്കകത്താണോ, മനോരമയ്ക്കകത്താണോ, പിന്നെ മാതൃഭൂമിക്കകത്താണോ, പൈങ്കിളിക്കകത്താണോ? ആമേൻ. എവിടെയാ വായിച്ചേ? ഹല്ലേലൂയ. ആമേൻ. സത്യവേദ പുസ്തകത്തിന്റെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ ദൈവം നൽകി കൊടുത്തു. അപ്പോഴേ പറഞ്ഞ കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം ആമേൻ 19-ാം അധ്യായം 4-ാം അധ്യായം 5-6 വാക്യത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മലയാള മനോരമ പേപ്പറിനകത്ത് തപ്പിയ കിട്ടത്തില്ല കേട്ടോ. മാതൃഭൂമിക്കകത്ത് നോക്കിയ ഒട്ടും കിട്ടത്തില്ല. പിന്നെ ആമേൻ ഒത്തിരി പേപ്പർ ഉണ്ടല്ലോ, അതൊന്നും രാവിലെ എടുത്ത് നോക്കിയ കിട്ടത്തില്ലെന്ന്. സത്യവേദ പുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം വായിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട്, ആമേൻ, ഈ അപ്പനെയും അമ്മയൊക്കെ വിടാത്തവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ വിട്ടവർ ഒരൊറ്റ വിടല, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് എന്ത് ചെയ്യും? പറ്റിച്ചേരും. ആമേൻ. ചിലർ പറ്റിച്ചേരത്തുമില്ല. ആമേൻ. വിടത്തുമില്ല, ചേരത്തുമില്ല. ചിലത് വിട്ടാ പിന്നെ വിട്ടതുവാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആമേൻ. ഒരു പരമപ്രധാനമായ കാര്യം പറയുവാനായിട്ടാ വരുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അവർ മേല രണ്ടല്ല, പിന്നെ ചുമ്മാതെയാ, പിന്നെ ഒന്നല്ലേ രണ്ടല്ല, രണ്ടായത് കൊണ്ടല്ലേ ആമേൻ പാൻറ് മേടിക്കുമ്പം ഒരു ചുരിദാറും കൂടെ മേടിക്കേണ്ടി വരുന്നത്. രണ്ടും ഒന്നായിരുന്നെങ്കിൽ പിന്നെ ഒരു പാൻറ് പോരായിരുന്നോ? ചില വീട്ടിൽ അങ്ങനെയാ. ആമേൻ. ഒറ്റ പാൻറേ ഉള്ളൂ, മാറി മാറി ഇടും. ഹല്ലേലൂയ. കാരണം ഇന്ന് അങ്ങനെയാണല്ലോ. ആമേൻ. ചുരിദാറും ഒക്കെ പോയി ഇപ്പൊ ജീൻസും ബനിയനുവാ. ആമേൻ. അച്ചാന് വേണ്ടപ്പോ അച്ചാനും ഇടും, അമ്മാമ്മയ്ക്ക് വേണ്ടപ്പോ അമ്മാമ്മ ഇടും. ഹല്ലേലൂയ. നോക്കണേ, അതുകൊണ്ട് അവർ മേല രണ്ടല്ല, ഒരു ദേഹം അത്രേ. പ്രൈസ് ഗോഡ്. ആമേൻ. പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, സ്ത്രീയുടെ വസ്ത്രം പുരുഷനും പുരുഷന്റെ വസ്ത്രം സ്ത്രീയും ഇടരുത്. പക്ഷെ കാലം മാറിയില്ലേ, അതുകൊണ്ട് ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. തലമുറകളെല്ലാം വഷളത്വം പ്രവർത്തിക്കൊണ്ടിരിക്കുകയാ. തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാ. കാരണം ഈ പഴഞ്ചൻ പുസ്തകത്തിന് വിലയൊന്നും ഇല്ലെന്നാ ചിലരുടെ ധാരണ. പക്ഷേ ഇതിന് വിലയുണ്ട് കേട്ടോ, ഇതിന് മൂല്യമുണ്ട് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഈ സത്യവേദ പുസ്തകത്തെ ചേർത്ത് പിടിച്ച് അതിലെഴുതിയിരിക്കുന്നത് പോലെ ജീവിക്കുന്നവനും വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒത്തിരി ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും, ഒത്തിരി ആമേൻ വ്യാപ്ചാരിതയൊന്നും ഇല്ലെങ്കിലും, ആമേൻ ഒത്തിരി ഗാംഭീര്യതയൊന്നും ഇല്ലെങ്കിലും, ഇതൊന്ന് വായിച്ച് ഇതും പ്രകാരം ഒന്ന് ജീവിച്ചു നോക്കിക്കേ, സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ മേല രണ്ടല്ല, ഒരു ദേഹം അത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? വേർതിരിക്കരുതെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഇന്ന് എവിടെ നോക്കിയാലും വേർതിരിക്കാനാ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലോ ഒരുമിച്ചിരിക്കേണ്ട കുടുംബത്തെ, സന്തോഷിക്കേണ്ട കുടുംബത്തെ, പ്രാർത്ഥിക്കേണ്ട കുടുംബത്തെ രണ്ട് ധ്രുവത്തിലേക്ക് ആക്കാൻ ആമേൻ പോരാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയമെടുത്ത് മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന തന്റെ മക്കളെ ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയാൽ അത് നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അത് അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. കുടുംബത്തിനകത്തുള്ള ക്രമക്കേടുകൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരിക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ഒരേ കാഴ്ചപ്പാടിലായിരിക്കാൻ കഴിയാതെ ആമേൻ അവരെ തകർക്കുന്ന പൈശാചിക പോരുകൾ ഇന്ന് രാത്രി സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ക്രമക്കേടുകളും മാറട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ, തലമുറകൾ മാനിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ സകല കുടുംബങ്ങളും യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. കുടുംബത്തിനെ ക്രമക്കേടിലേക്ക് നയിക്കുന്ന സകല പൈശാചിക പോരുകളും ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ആമേൻ എല്ലാ ക്രമക്കേടുകളും നീങ്ങി ആമേൻ ദൈവിക സമാധാനത്തോടെ, ദൈവിക സന്തോഷത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ ക്രമക്കേടുകളെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ജനം സന്തോഷം പ്രാപിക്കട്ടെ. ആമേൻ. അതെ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ നന്മയെ അപഹരിക്കുന്ന, അവരുടെ സന്തോഷത്തെ കെടുത്തുന്ന, ആമേൻ നുഴഞ്ഞു വന്ന് അവരെ തെറ്റായ നിലകളിലേക്ക് അവരെ നയിക്കുന്ന സകല ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ആമേൻ നീങ്ങിപ്പോകുവാനിടയാകട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ
ഇങ്ങനെ അതെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവര് ഒന്നല്ല രണ്ടായി ഒരുമിച്ച് ജീവിക്കുവാൻ ഈ ഭൂമിയിലാക്കി വെച്ച കുടുംബത്തെ തകർത്ത് കളഞ്ഞ ദുഷ്ടപിശാച് ഇന്നും അനേക കുടുംബങ്ങളെ അത് തകർത്തുകൊണ്ടിരിക്കുകയാ. അത് 28-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വതജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, വായിച്ച് തഴമ്പിച്ചവരുണ്ടാകും, വായിച്ച് മടുത്തവരുണ്ടാകും. എന്നാൽ ഇതുവരെ വായിക്കാത്തവർ ലോകത്തുണ്ട്. അവർക്കായിട്ടാ ഇന്ന് രാത്രി ഞാനിത് വീണ്ടും ഓർപ്പിച്ചുണർത്തുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. അവർക്ക് മാത്രമല്ല, ഈ സത്യവേദ പുസ്തകം വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ ഇന്നും ഒന്നാകാതെ വീട്ടിനകത്ത് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ ഒന്നാണെന്ന് വരുത്തി തീർക്കുന്നവരുണ്ട്. വീട്ടിനകത്ത് മിണ്ടാത്തവരുണ്ട്. പിണങ്ങിയിരിക്കുന്നവരുണ്ട്. അതെ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേലോ നിന്റെ ജീവിത പങ്കാളിയുടെ മേലോ നിന്റെ തലമുറയുടെ മേലോ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വീട്ടിനകത്തുള്ള സകല ക്രമക്കേടുകളെയും പുറത്താക്കുവാൻ ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, ഉയരത്തിൽ അഭിഷേകം നിന്റെ വീട്ടിനകത്ത് ചലിക്കാൻ തുടങ്ങും. ഇത് അന്ത്യകാലമാ. സകല ജഡത്തിന്മേൽ ഹല്ലേലൂയ. ക്രമക്കേടിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മേലും ആത്മാവ് ഇറങ്ങി വന്ന് സുബോധം വന്നപ്പോ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരഞ്ഞെഴുന്നേറ്റവനെ പോലെ ഇന്ന് രാത്രി നീ ഒന്ന് അനുദപിച്ച് ഒന്ന് കരയാൻ തയ്യാറായാൽ, നിലവിളിക്കാൻ തയ്യാറായാൽ ആത്മാവ് ഇറങ്ങുമെന്ന്. ആത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നതാ. വാചനം കൂടാതെ സഹോദരിമാരെ, നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് ഭർത്താക്കന്മാർ ചേർന്ന് വരുവാൻ ഇടയാകുമെന്ന് വചനം പറയുന്നുവെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കരയാൻ തയ്യാറാകൂ, സമർപ്പിക്കുവാൻ തയ്യാറാകൂ. ഗൂഢമായി ആലോചന കൊടുത്ത് യോസെഫ് അതെ മറിയെ ഗൂഢമായി ഒഴിവാക്കാൻ പിശാച് അകത്ത് മന്ത്രിച്ചപ്പോൾ അവൾ സമർപ്പിച്ചത് അത്യുന്നതന്റെ ആത്മാവ് ചലിക്കാനാ. അവളുടെ ഉദരത്തെ ഏൽപ്പിച്ചു കൊടുത്തത്, അവളുടെ ശരീരത്തെ സമർപ്പിച്ചത്. ആത്മാവ് ഇറങ്ങിയെടുത്ത് തകർക്കുകയല്ല ചെയ്തത്, ചേർക്കുകയാണ് ചെയ്തത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. ആത്മാവിന്റെ പ്രവൃത്തി എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ഐക്യതയുണ്ടാകും. അവിടെ പിരിയല്ല ചെയ്യുന്നത്, അവിടെ ചേർക്കുകയാണ്. കരമടിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. 128-ാം സങ്കീർത്തനവും സങ്കീർത്തനം 8-ന്റെ 6-8 വാക്യങ്ങളും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം തന്റെ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ആമേൻ. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ആമേൻ. നോക്കണമേ, കാൽ കീഴാക്കിയിരിക്കുകയാണെന്ന്. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം യിരെമ്യാവെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കണ്ണുനീരിന്റെ പ്രവാചകനാ. ആമേൻ. കരയുന്ന സഹോദരി, കരയുന്ന മാതാവേ, നീ അനേകർക്ക് ആശ്വാസമാകാൻ പോകുകയാ. പ്രൈസ് ഗോഡ്. അമ്മയുടെ ഉദരത്തിൽ ആമേൻ വെച്ച് നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. നീ പാലെന്ന് പറഞ്ഞു ഒതുങ്ങിപ്പോകാൻ പിശാച് നിന്റെ അകത്ത് മന്ത്രിച്ചപ്പോൾ ആമേൻ അതിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്കെടുത്ത് ആമേൻ ചിലതിനെ പണിയുവാൻ, ചിലതിനെ ഉടയ്ക്കുവാൻ, ചിലതിനെ നിർമൂലമാക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആമേൻ അഭിഷക്തനോടായി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റീകാബ ശാംതരഗനഗസി അൽകറബന ശാംതേ റീകാബന ശാംതേരെ. ആമേൻ, ആമേൻ. ജെയിംസ് ഷാരോൺ, ഹല്ലേലൂയ. ഷാൽവിൻ ജോർജ്, ആമേൻ. അഭിഷക്തന്മാരോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. റീകാബന ശാംതേരെ. ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും
മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് അഭിഷക്തനെ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഷാൽവി ജോർജ്, അഭിഷക്തനെ ദൈവത്തിന് ബോധിച്ചവന് കൊടുക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നത് കണ്ട് അസൂയപ്പെടുന്നവരുടെ മുമ്പിൽ യോസേഫിനെ മാനിച്ച ദൈവം നിന്നെയും മാനിക്കുന്ന ദൈവമെന്ന് അവൻ ചിലർ കാണത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അതേ ദിനങ്ങളത്രേ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യ ഹല്ലേലൂയ ആമേൻ ആമേൻ. ജെയിംസ് ഷാരോൺ, ഹല്ലേലൂയ. അതെ, ജെയിംസ് ഷാരോൺ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ആമേൻ. അതെ, ബാലൻ എന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയ പൈശാചിക ശക്തിയുടെ മുമ്പിൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആമേൻ, മോനെ നീ ബാലനാണെന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ആമേൻ പിശാച് അവന്റെ പദ്ധതി അണക്കുമ്പോ നീ ബലപ്പെട്ടോണം. ആമേൻ. നിന്റെ പ്രായത്തെ വെല്ലുന്ന പക്വത ഞാൻ നിന്റെ മേൽ വെളിപ്പെടുത്തി ദേശം കണ്ട് എന്റെ പ്രവൃത്തിയെ നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുകയാ. കാരണം നീ കരയുന്നവനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കരയുന്ന അഭിഷക്തനെ ആമേൻ നിന്നിലൂടെ രാജ്യങ്ങളിൽ ചരിത്രം തിരുത്തി എഴുതത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തനായവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പട്ടണങ്ങളുടെ ആമേൻ ചരിത്രം അത് തിരുത്തുവാൻ ആമേൻ അതെ അഭിഷക്തന്മാരെ ദൈവം കരങ്ങളിൽ എടുത്തു. അതെ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ആമേൻ ചില വ്യക്തികളോടായി ആമേൻ ഇങ്ങനെ ഇടപെടുകയാ. ഷിബു ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ ആമേൻ യേശുവിന്റെ മാർവോട് ചേർന്നിരുന്ന അനുഭവം യോഹന്നാനുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ആമേൻ അതെ വളരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അതെ തയ്യാറായതല്ല. ദൈവത്തിന്റെ ആ നിർബന്ധം അവന്റെ മേൽ വന്നു. ഇതാ നിന്റെ അമ്മ. പ്രൈസ് ഗോഡ്. അരുമനാഥൻ ആമേൻ താൻ ഈ ഭൂമിയിൽ ജനിക്കുവാൻ സമർപ്പിക്കപ്പെട്ട മറിയെ ചൂണ്ടി ആമേൻ യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. ഇതാ നിന്റെ മകൻ. ഹല്ലേലൂയ. ഒരു ഉത്തരവാദിത്വം മാർവോട് ചേർന്നിരുന്ന യോഹന്നാന് കൈമാറിയതുപോലെ ഷിബു ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു ദൗത്യം നിന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആമേൻ ചുവട് വെക്കുന്ന നീ ആയിരിക്കുന്ന മേഖലകളുടെ ചരിത്രം മാറുകയാ. അത് പത്മോസിന്റെ ഏകാന്തതയിലേക്ക് എടുത്തെറിയപ്പെട്ട ആമേൻ യോഹന്നാൻ നിമിത്തം ആമേൻ നരകതുല്യമായ പത്മോസ് ദ്വീപ് സ്വർഗതുല്യമായി മാറിയതുപോലെ അതേ ഷിബുവിനോട് ഇന്ന് പകൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലൂടെ ചില മേഖലകളുടെ സ്ഥിതികൾ മാറുകയാ. ആമേൻ. ചിലരുടെ അവസ്ഥകൾക്ക് മാറ്റം വരികയാ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഭാരിച്ചൊരു ഉത്തരവാദിത്വം, ഭാരിച്ചൊരു ദൗത്യം ആമേൻ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ സ്ഥാപിതമായ അതെ സഭകളിൽ ആമേൻ ചില ദൂതുകൾ അതെ കൈമാറുവാൻ അഭിഷക്തരെ ഉപയോഗിച്ചു. ആമേൻ. കർത്താവിന്റെ മടങ്ങി വരവ് ആമേൻ അതെ ആമേൻ ഹല്ലേലൂയ. പുതിയ ആകാശം, പുതിയ ഭൂമി ആമേൻ ഈ കാഴ്ചപ്പാടോടുകൂടെ യോഹന്നാനെ അതെ മുമ്പോട്ട് നയിച്ച ദൈവം ആമേൻ പുത്തൻ പാതാവിലേക്ക് അതെ ആത്മാവിനാൽ അഭിഷക്തനെ നയിക്കുന്ന ആമേൻ സീസൺ എന്ന ദൈവാത്മാവ് പറയുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ആമേൻ. എനിക്ക് ബോധിച്ചവനെ ഞാനത് കൊടുക്കും. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന് ബോധിച്ചവരെ അതെ ചിലരെ ദൈവം കാണുകയാണ്. ആമേൻ. ദൈവത്തിന് ബോധിച്ചവൻ കാട്ടിൽ കിടക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. നാട്ടിലുള്ളവനെ ഒന്നും ദൈവത്തിന് ബോധിച്ചില്ല. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സജി വർഗീസ്, തോമസ് അബ്രഹാം, ആമേൻ ബിജു പിയാർ, ഹല്ലേലൂയ. അതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ. അതെ എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ചില നന്മകളെ അനുഭവിക്കുവാൻ തയ്യാറായിക്കോ. ചില നന്മകളെ അത് അനുഭവിക്കുവാൻ തയ്യാറായിക്കോ. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഈശായുടെ വീട്ടില് ആമേൻ നമുക്കറിയാം ഒത്തിരി മക്കളുണ്ട്.
മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും ഇളയവൻ ആമേൻ കാട്ടില. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെ തടിമിടുക്കന്മാരും കാര്യപ്രാപ്തിയുള്ളവരും ഒക്കെ ആയതുകൊണ്ട് ആമേൻ കൊട്ടാരത്തിൽ രാജാവിന്റെ ജോലിയൊക്കെ ആമേൻ അല്ലെ നല്ല അനുഭവമാ, നല്ല ഫുഡാ, നല്ല സാലറിയാ, എല്ലാം നല്ലതാ. പക്ഷേ കാട്ടിൽ അപ്പന്റെ ആടുമായിട്ട് ആമേൻ മൽപ്പിടുത്തം നടത്തിയ അനുഭവങ്ങളൊക്കെ പറയാനുള്ള ആമേൻ അവനെ കാണുന്നില്ല. ഇനിയും നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് അവനെ ഇങ്ങ് വിളിക്ക്. ആമേൻ ദൈവത്തിന് ബോധിച്ചവനെ വിളിക്കുന്ന സമയമായപ്പോൾ ആമേൻ സഹോദരങ്ങൾ നോക്കി നിൽക്കേ അവൻ വരുക. ആമേൻ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ തൈലക്കൊമ്പ് ചലിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ആത്മാവ് ചലിക്കുന്നുണ്ട്. അഭിഷക്തന്മാരെ, നീ ആയിരിക്കുന്ന റൂമിനകത്ത് ആമേൻ ഒരു മാനുഷികമായ കരം കൊണ്ടല്ല, ഉയരത്തിലെ ആത്മാവിന് നിന്റെ മേൽ പകർന്ന് ആമേൻ അവന് ബോധിച്ചവന് അതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് ആമേൻ ഹാമാന്റെ മുമ്പിൽ വെച്ച് മോർദെഖായിയെ മാനിച്ച ദൈവം അഭിഷക്തനെ നിന്നെയും മാനിക്കുന്ന സമയമായെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു. ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നോക്കണമേ, ദൈവത്തിന് ബോധിച്ചവന് ദൈവം കൊടുക്കുവാൻ വെച്ചിരിക്കുന്നവന് തട്ടിയെടുക്കുവാൻ നോക്കിയ ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ അവനെ തൂക്കിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്നും രക്ഷിപ്പാൻ കഴിയാതെ കണ്ട് കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട് ചെവി എന്ത് ചെയ്തിട്ടില്ല, മന്ദമായി പോയിട്ടുമില്ല. ഹല്ലേലൂയ. ഇവണ്ണം ഹല്ലേലൂയ ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ ദൈവം അത്രേ അബ്രഹാമിനെ വിളിച്ചത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൻ്റെ അമ്മേൻ സ്വത്തും കെട്ടിപ്പിടിച്ച് അമ്മയുടെ സ്വത്തും കെട്ടിപ്പിടിച്ച് ആമേൻ ഇരിക്കാൻ വേണ്ടി അബ്രഹാമിനെ അനുവദിക്കാതെ അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെ എന്ത് ചെയ്യണം? വിടണം. പ്രൈസ് ദി ലോർഡ്. ചാർച്ചക്കാരെ എന്ത് ചെയ്യണം? വിടണം. പിതൃഭവനത്തെ എന്ത് ചെയ്യണം? വിടണം. എന്നിട്ട് വിട്ടാൽ മാത്രം പോരാ, നീ പുറപ്പെടണം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ചിലർക്ക് ഒരു പുറപ്പാട്, ഒരു യാത്ര ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. നീ തയ്യാറാണെങ്കിൽ നിന്റെ യാത്രയിൽ ആമേൻ യാത്രയിൽ താൻ കരുതിയിട്ടുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്, യാത്രയിൽ തൻ കാവലുണ്ട്, ആളും സഹായവും കരുതിയിട്ടുണ്ട്, ആയുസ്സും ആരോഗ്യവും എൻ ദൈവം എനിക്കു തരും, ദൂതന്മാർ മുന്നവേ പോയിരുന്നു നടത്തി തരുന്നു, എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇതിൽ പരം ഭാഗ്യമുണ്ടോ, അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ ആർക്കും ഞാൻ ഭയമായി സ്തുതിഗീതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ ആ നിഴലിന്റെ കീഴിൽ ആയിരിക്കുന്ന ദൈവമക്കളെ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവൻ പുറപ്പെട്ടു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ തയ്യാറായി. ആമേൻ. അങ്ങനെ അവൻ വിട്ട് ഇറങ്ങിയ അബ്രഹാമിന്റെ കാതിൽ അവൻ കേട്ട ദൂതിനാണ്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. പ്രൈസ് ഗോഡ്. എല്ലാം വിട്ട് അവൻ ഇറങ്ങിയ അഭിഷക്തനെ അവൻ നിന്നെ വലിയവനാക്കുമെന്ന് ദൈവം പറഞ്ഞു. നിന്നെ ചെറിയവനാക്കൂ എന്നല്ല പറഞ്ഞത്, നിന്നെ വലിയവനാക്കുമെന്ന. എല്ലാ നിലയിലും ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി നിന്നെ വലിയവനാക്കുമെന്ന് പറഞ്ഞാൽ അതിന് മാറ്റമില്ല. കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. യെസ്, കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ഒരു അനുഗ്രഹമായിരിക്കും. ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, അനേകരെ അനുഗ്രഹിക്കുന്നവരായി മാറുവീൻ. പ്രൈസ് ഗോഡ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി ആമേൻ നിന്നിലൂടെ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. നിന്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൂടപ്പറപ്പ് അനുഗ്രഹിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നു? കരവടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് സംഖ്യ പുസ്തകം 6-ാം അധ്യായം, അത് ഉൽപ്പത്തി പുറപ്പാട് കഴിഞ്ഞിട്ട് ഈ കണക്കിന്
കണക്കിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാ, ചിലരൊക്കെ ഭയങ്കര മുമ്പന്തിയില്ല. അപ്പം വീതിച്ചപ്പം 1 സെന്റ് കുറഞ്ഞപ്പം അപ്പന്റെ ആമേൻ കഴുത്ത് ആമേൻ വെട്ടാൻ തുടങ്ങിയ മക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ അപ്പൻ തന്നത് അല്പം കുറഞ്ഞത് അപ്പനെ കൊണ്ട് ഇച്ഛ വരപ്പിച്ചവരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ കണക്കിന്റെ കാര്യത്തിൽ അല്പം പുറകോട്ടായാലും വേണ്ടില്ല. ആമേൻ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ആമേൻ സംഖ്യ പുസ്തകത്തിലേക്ക് അപ്പൊ ഒരു ഉറപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ നീ യാത്ര ചെയ്തു പോകുമ്പോ ആമേൻ ലേവ്യ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പുരോഹിതന്മാരെയും കണക്കും കാര്യങ്ങളും ഒക്കെ വരിക. ആമേൻ അപ്പൊ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം ചില കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞത് നീ പാലിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അത് വിളി കേട്ട് ഒരു യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്ന സിയോൻ യാത്രക്കാര, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് തുടർമാനമായി കാണുവാൻ കഴിയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്, ഹല്ലേലൂയ, എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കും, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രകാശമില്ലാത്തവർക്ക് പ്രകാശം ഉണ്ടാകട്ടെ. ഇരുള് മാറിപ്പോകട്ടെ. ആമേൻ. കൃപയില്ലാത്തവർക്ക് കൃപയുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുവാൻ എന്നിൽ വിശ്വസിക്കുന്നവന് അധികാരം നൽകുന്ന സ്വർഗത്തിലെ ദൈവം നിന്നെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ വിളിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പുള്ളവർ ആമേൻ അത് ശൂന്യതകളെ നോക്കി പറ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അനുഗ്രഹിക്കുവാനുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ആ തലമുറയുടെ ആമേൻ ശിരസിലേക്ക് കൈവച്ചിട്ട് പറ, നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആ രോഗിയായി കിടക്കുന്ന ആ വ്യക്തിയെ തൊട്ടിട്ട് പറ, യേശുവിന്റെ അടിപ്പിണരുകളാ നിനക്ക് സൗഖ്യം വന്നിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിന്നാൽ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്നാൽ അനേകർ സൗഖ്യമാകുവാനിടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി അത് നിന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ അവിശ്വസ്തതയ്ക്കായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആവർത്തിച്ച് ദൈവം പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട്. ഇവിടെയാ കുഴപ്പം. പ്രൈസ് ദി ലോർഡ്. മുറിയൊക്കെ കേൾക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചിലപ്പോ എൻ്റെ മമ്മിക്ക് ഫോൺ ചെയ്യുമ്പോൾ മമ്മിയോട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് മുഴുവനും കേൾക്കത്തില്ല. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ആമേ ബാക്കി കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങ് ശ്രമിക്കും. അതുകൊണ്ട് ചില പരാജയങ്ങളൊക്കെ സംഭവിക്കും. ആമേൻ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. ഹല്ലേലൂയ. എൻ്റെ മമ്മിയെ പറഞ്ഞ ചിലപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. എൻ്റെ മുമ്പിൽ എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട്. ആമേൻ. മിക്കപ്പോഴും ഞാൻ പറയുന്ന കാര്യം മുഴുവൻ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ അടിയൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെയാ. എന്താ കാര്യം? ഈ പറയുന്ന കാര്യം കേൾക്കാത്തതുകൊണ്ടേ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കൂട്ടുകാർ പറയുന്നത് കേൾക്കുന്നവരുണ്ട്, ചിലരുണ്ട് ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് ഇങ്ങനൊക്കെ ഈ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. പ്രൈസ് ദി ലോർഡ്. കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ പാസ്റ്ററെ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇത്രേ നാടും കർത്താവ് വരുന്നു. ആമേൻ. അതെ, ഇവിടെ നിന്ന് ഇതെല്ലാം വിട്ടിട്ട് പോകേണ്ടതാ. അതുകൊണ്ട് ഇവിടത്തെ ഒന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച പാസ്റ്റർക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇത് ഇന്ന് രാത്രി പറയുന്നു, കർത്താവ് ഇതെല്ലാം തരുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം.
അതെ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും മീതെ ഉന്നതമാക്കും. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരെ പോലെ വാഴുവാൻ ഈ ഭൂമിയിൽ ആക്കി വെച്ച മനുഷ്യനെ വീഴ്ത്തിക്കളന്ന ദുഷ്ട പിശാചിന്റെ കൂടെ കൂടി നീ അധ്വാനിച്ചിട്ട് അത് നിന്റെ ചോര ആമേൻ അത് വെള്ളമാക്കി അത് ഇതെല്ലാം ആമേൻ പിശാച് അപകരിച്ചു കൊണ്ടുപോയി സ്വസ്ഥത നഷ്ടപ്പെട്ട് പിന്നെ കളറ് മാറിയ വെള്ളം കുടിച്ച് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടി ആമേൻ നിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ അത് ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ആമേൻ 2021 വർഷങ്ങൾക്കപ്പുറം ജനിക്കുവാൻ ഇടയാക്കിയ യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. നാളിതുവരെ ആ അനുഗ്രഹം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ ഉള്ളതിനെയെല്ലാം ആ യാബോക്ക് നദിയുടെ അക്കരയിൽ യാക്കോബ് കൊണ്ട് വെച്ചതുപോലെ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അല്പസമയം ദൈവവുമായിട്ടൊന്ന് അടുത്ത് വരാൻ തയ്യാറാകുക. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ആമേൻ അത് ജാതികൾക്കും സർവ്വ ജാതികൾക്കും മീതെ എന്ത് ചെയ്യും? ഉന്നതമാക്കും. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണ് ഈ ഉന്നതമായ ആമേൻ ഒരു അനുഭവത്തിലേക്ക് ദൈവം ഉയർത്തുന്നത്? സങ്കീർത്തനം 1 എഴുതിയപ്പോൾ ഭക്തന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത്, എഴുതടാ മോനെ, ഇങ്ങനെ ആമേൻ ഉൽപ്പത്തി തുടങ്ങി പുറപ്പാടി കയറി ആമേൻ സംഖ്യയെ ചാടി ആവർത്തനത്തിൽ കയറി ആമേൻ എന്നിട്ട് സങ്കീർത്തനത്തിലോട്ട് വന്നിട്ട് പറഞ്ഞു ആമേൻ ദൂതന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. പരിപാടി നടക്കത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉൽപ്പത്തി പറഞ്ഞിട്ടുണ്ട് ആമേൻ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. ആമേൻ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആമേൻ വാഴാൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദുഷ്ടന്റെ കൂടെ കൂടിയ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന തലമുറ നമ്പർ 1 കൊലപാതകനാകും. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടിയാ. ആമേൻ. നിന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗം കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടെയാ. പക്ഷേ നീ പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോ ആമേൻ ദുഷ്ടൻ അടുത്ത് വന്നു. ആമേൻ ഒന്ന് വണങ്ങിയാ മതിയെന്നേ, ഒന്ന് നമസ്കരിച്ചാ മതിയെന്നേ, ഒന്ന് കൽപ്പിച്ചാ മതിയെന്നേ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ ആമേൻ വിവേചിക്കാൻ പറ്റിയില്ല, തിരിച്ചറിയാൻ പറ്റിയില്ല. അവൻ പണി തന്നിട്ട് മാറി നിൽക്കുക. ഇപ്പൊ കെണിഞ്ഞു കിടക്കുന്ന നീയല്ലേ? ഇന്ന് രാത്രി തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഒന്ന്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? ആമേൻ നടക്കരുത്. ആമേൻ. അതെ, പാപികളുടെ വഴിയിൽ എന്ത് ചെയ്യരുത്? നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കുകയും ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ രാവിലെ കൊച്ചമ്മ വീട്ടിലിടുന്ന ചായക്ക് ടേസ്റ്റ് ഇല്ലെന്ന് അയലോക്കത്തെ ആ ഇക്ക ആമേൻ ഇടുന്ന ചായക്ക് ഭയങ്കര ടേസ്റ്റാ. അവിടെ പോയി ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ദുഷ്ടനും പാപിയും പറയുന്നതൊക്കെ കേട്ടില്ലേ ഒരു സുഖം ഇല്ലെന്നേ. ആമേൻ. ചിലരുണ്ട് വിശുദ്ധന്മാരുടെ കൂടെ കൂടത്തുള്ളൂ, വിശുദ്ധ ദുഷ്ടന്മാരുടെ കൂടെ, വിശുദ്ധ പാപിയുടെ കൂടെ, ആമേൻ വിശുദ്ധ ആമേൻ പരിഹാസിയുടെ കൂടെ. കാര്യം മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടാലും പരിഹാസത്തിന് ഒരു കുറച്ചിലുമില്ല. ആമേൻ. സ്നാനപ്പെട്ടാലും ദുഷ്ടതയ്ക്ക് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയൊക്കെ ക്രമം കെട്ട് നടക്കുന്ന ആളുകളുള്ള ലോകത്ത് യഥാർത്ഥമായ ഒരു ഭക്തനായി ആമേൻ കൈയുടെ അധ്വാന ഫലം അനുഭവിച്ച് ആമേൻ അതെ താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം ആമേൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ വേറെ പണിയൊന്നുമില്ല. രാവും പകലും മുഴുവൻ ഈ കിതാബ് എടുത്ത് വായിച്ചോണ്ട് നീ ഇന്ന് വായിച്ചു നോക്കിക്കേ, ഇതിനകത്ത് പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ വരുമെന്ന്. അമ്മ ഇത് കണ്ടിട്ട് പിന്നെ അസൂയപ്പെട്ടിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നേ ഇങ്ങനെ ചെയ്യുന്നേ കമന്റ് ഇടുന്നവരൊക്കെ ഈ ഹാമാന്റെ പണി അതല്ലായിരുന്നോ? ഹല്ലേലൂയ. അച്ഛാ, ഹാമാന്റെ പണി ഇതായിരുന്നെന്ന്. ആമേൻ. അതെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് സെബാസ്റ്റ്യൻ ജോസഫ്, ഹല്ലേലൂയ, PM ജോൺ, ഹല്ലേലൂയ, അതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ ഇവന്മാരുടെ പണി ഇതാ. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ? ആമേൻ കർത്താവ് മാനിക്കാനിരിക്കുന്ന മോർദെഖായിയെ എങ്ങനെ തൂക്കുമരത്തിലേക്ക് കയറ്റാം അതിനുവേണ്ടി മരമൊരുക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവനെ എങ്ങനെ കീഴ്മേൽ മറിക്കാൻ നീ ചിന്തിച്ചോണ്ട് നീ ഇരുന്നോ, ആ കുഴിക്കകത്ത് നീ വീഴും, ആ കഴുമരത്തിനകത്ത് നീ തൂങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിന് വിധാരകനാക്കി മാറ്റും
മാറ്റുന്ന സ്വർഗത്തിലെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാതെ കണ്ട് അതനുസരിക്കുന്ന തന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ആമേൻ ചലിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ അപ്പൊ ഈ രാത്രിയില് ആമേൻ ഈ ജഡീകന്മാരും പ്രാകൃതന്മാരും ഒക്കെ എന്ത് ചെയ്യുന്ന അറിയാമോ? ആമേൻ ഈ വേദപുസ്തകം എടുത്ത് മടക്കി അങ്ങോട്ട് വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. കിടന്നോ മക്കളെ, സമയമായി. എന്നിട്ട് ജഡീകനും പ്രാകൃതനും എല്ലാം ആമേൻ പിന്നെ എന്താ പരിപാടി നിങ്ങൾക്കറിയാലോ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ അകത്ത് രാപ്പകൽ ദൈവത്തിന്റെ ന്യായപ്രമാണം ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തിയാൽ ലോകത്തിൽ നിന്നോളം ഭാഗ്യവാൻ, നിന്നോളം അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ഇല്ല എന്ന് ഇന്ന് രാത്രി സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ഉദ്ധരിച്ചു പറയുമ്പോൾ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്ത് വായിച്ച് ഹല്ലേലൂയ അതേ കർത്താവിന് മഹത്വം കൊടുക്കണം. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പാപത്തിനായി മരിക്കാൻ യേശു ക്രിസ്തുവിനെ അയച്ചതിന്റെ കാരണം നമ്മെ രക്ഷിക്കുകയും അവനിൽ സമ്പന്നരാകാനുള്ള അവസരം നൽകുകയും ചെയ്യുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അത് തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ അതെ നിങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. അവൻ സമ്പന്നനാണെങ്കിലും നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നത് ദരിദ്രനായി കിടക്കുന്ന എന്നെ നിന്നെയും സമ്പന്നനാക്കാനാണ്. ഹല്ലേലൂയ. ദരിദ്രനായ മനുഷ്യനെ ഹല്ലേലൂയ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവത്തെ കുറിച്ച് അത് ശൗമേലിന്റെ പുസ്തകത്തിൽ ആത്മാവ് അഭിഷക്തനിലൂടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്നും ആമേൻ ദരിദ്രനായി സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്തവനായി കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഹല്ലേലൂയ നിന്നെ ഉയർത്തുവാൻ മാനിപ്പാൻ ശക്തനാണ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കണം, ആമേൻ അധികത്തിന് വിചാരകനാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി എത്ര പേര് ആ കർത്താവിന്റെ കൃപ അറിയുന്നവരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ ആമേൻ ഹല്ലേലൂയ 9-ാം വാക്യം, നമ്മുടെ ആമേൻ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അതെ, മുഴുവനായും തന്നെ നൽകുന്നതിനുള്ള കൃപ യേശുവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളതെല്ലാം സ്നേഹത്തിൽ യേശു നൽകുകയുണ്ടായി. ആമേൻ. ആയതിനാൽ യേശു എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു റോൾ മോഡലായി ഇന്ന് രാത്രി യേശു നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, അവനെ പിൻപറ്റുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. യോഹന്നാൻ അതേ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആമേൻ. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ റോൾ മോഡലായി അതേ കാണുന്ന, അവനെ പിൻപറ്റുന്ന, അവനെ അനുഗമിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി അവൻ മേലുള്ള കൃപ, ആമേൻ കൃപമേൽ കൃപ നമ്മുടെ മേൽ പകരുവാൻ അവൻ ശക്തനായവനാ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം കൊതിക്കുന്നവർ, അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതേ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു വാചകമാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ
മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം സകലത്തെയും ഉണ്ടാക്കി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ മുഖാന്തരം നാം സമ്പന്നനായി തീരുവാൻ അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ലൂക്കോസ് 2:7 അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ചീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ആമേൻ. നോക്കണമേ, ആമേൻ. ലോക രക്ഷകനായ യേശു ഈ ഭൂമിയിൽ നമ്മെ സമ്പന്നനാക്കുവാൻ അത് ജനിച്ചത് ആമേൻ 5 സ്റ്റാർ AC സൗകര്യങ്ങളുള്ള ഒരു ആമേൻ ഹോട്ടൽ റൂമിലായിരുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ആയിരുന്നല്ല. പ്രൈസ് ദി ലോർഡ്. അന്നേ കാലത്ത് രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊന്നും അരുമനാഥൻ ജനിച്ചില്ല. അവൻ ജനിച്ചത് അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 8-ാം 20-ാം വാക്യം. ഹല്ലേലൂയ. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. നോക്കണമേ, അവന്റെ ജനനത്തിങ്കൽ അവന് സ്ഥലമില്ലാഞ്ഞിട്ട് അവൻ റെക്കമെൻഡിലൂടെ പോയിട്ട് സ്ഥലം ഉണ്ടാക്കി എന്നല്ല, അവൻ ഇല്ലാത്തവനെ പോലെ ഹല്ലേലൂയ ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ആമേൻ. അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ആമേൻ, യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലെ, അഭിഷക്തനെ, കൂടപ്പറപ്പേ, ആമേൻ, ദൈവപുത്രനാണ് നമ്മുടെ റോൾ മോഡൽ എങ്കിൽ, യേശുവാണ് നമ്മുടെ നായകനെങ്കിൽ, പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ടവൻ വീടിന് വേണ്ടി ഓടിയില്ലെന്ന്. ഹല്ലേലൂയ. ആമേൻ. മണി സൗദങ്ങൾക്ക് വേണ്ടി ഓടിയില്ലെന്ന്. അവൻ ഓടിയത് പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുവാനാണ്. ഹല്ലേലൂയ. അതെ, ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇതെല്ലാം അതെ ചവറെന്നും ചപ്പെന്നും എണ്ണി. ഹല്ലേലൂയ. കൃപയാൽ ഇന്നലെ ഞാൻ പറഞ്ഞു, അവൻ ഹല്ലേലൂയ ഇതിനെ ഒന്നും വിലയുള്ളതായി കണ്ടില്ല. ആമേൻ. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അവൻ തന്റെ പ്രാണനെ വിലയേറിയതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. എങ്കിലും നാം അവർക്ക് ഇടച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും, ചില ആമേൻ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇന്ന് രാത്രി ആ തെറ്റിദ്ധാരണകളെല്ലാം അതെ നിരാകരണം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചില കുടുംബങ്ങളെ ആമേൻ കരം പിടിച്ചുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ, അലസനായിരുന്നോടാ, മടിയാ, നീ പടകും വലയൊക്കെ വിട്ട് എന്നെ അനുഗമിച്ചതല്ലേ, നീ അതുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് സപ്പോർട്ട് വാങ്ങി ഞം കഴിച്ചിരുന്നോടാന്നല്ല പറഞ്ഞത്, നീ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ നീ ഒന്ന് രാപ്പകൽ ധ്യാനിക്ക്. നിന്നെ പോലെ ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാകത്തില്ല. ആമേൻ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അതെ, രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്ത് പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മാനം കൊണ്ടോ ആമേൻ രക്ഷപ്പെടാൻ കഴിയാതായിരുന്ന ഒരു കൂട്ടം ആളുകൾ ആമേൻ മാളിക മുറിക്കകത്തുനിന്ന് പ്രാപിച്ച ആത്മാവിന്റെ അഭിഷേകവുമായി നടന്ന പത്രോസിന്റെ നിഴൽ തട്ടുമ്പോ ഒന്ന് സൗഖ്യമായ അവൻ കൊതിച്ചെന്ന്. അങ്ങനെയെങ്കിൽ അഭിഷേകനെ രാവും പകലും ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കാമെങ്കിൽ ഉയരത്തിൽ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരും. ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾക്ക് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങള് ആമേൻ നിന്റെ മേലുള്ള അഭിഷേകം വചനം പറയുന്നു. ആമേൻ. അഭിഷേകം നുകത്തെ, ഹല്ലേലൂയ, അഭിഷേകം നുകത്തെ തകർക്കുന്നതാ. ഇന്ന് രാത്രി ആമേൻ ചിലരെ ആമേൻ തകർത്തുകൊണ്ടിരിക്കുന്ന നുകത്തെ നിന്റെ മേലുള്ള അഭിഷേകം നിമിത്തം തകർക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ബാലൻ എന്ന് പറഞ്ഞു ഒതുങ്ങിപ്പോകരുത്. നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുക, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുക. ആമേൻ. നിന്റെ കാൽ ചവിട്ടുന്നിടം അനുഗ്രഹിക്കപ്പെടും. അത് നിന്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വാക്കുകളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അഭിഷേകനെ ഇന്ന് രാത്രി ദൈവത്തിന്റെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അതെ ജീസസ് സന്തോഷ്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ജീസമോൾ സന്തോഷ്, നിന്റെ അതരത്തിലൂടെ വെളിപ്പെടുന്ന വാക്കുകളുടെ മുമ്പിൽ ആമേൻ ചില അന്ധകാര മണ്ഡലങ്ങൾ തകരത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്തിന്റെ ജ്വലനം അത് വെളിപ്പെടുന്ന സീസണാ ഈ ദിവസങ്ങളിൽ. അതേ ആത്മാവിന്റെ ആമേൻ അതേ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ആമേൻ പട്ടണങ്ങൾക്കകത്ത് ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അതേ ആമേൻ തീ നാളമായി നിന്റെ അതരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. ഒരു ഉത്തരവാദിത്വം നിന്റെ മേലുണ്ട്. നീ അലസനായി മടിയനായിരുന്ന ഒക്കത്തില്ല. കിട്ടുന്ന മീനെ എടുക്കുക. അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ സതീഷ് ആമേൻ. അതെ സതീഷ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. അതെ ദൈവം കരുതിയിരിക്കുന്ന ഒരു നന്മ ഈ ദിവസങ്ങളിൽ നിന്റെ കരങ്ങളിൽ വരാൻ പോകുകയാ. ആർ യു റെഡി? നീ തയ്യാറാണോ? ആമേൻ ഹല്ലേലൂയ. അതെ എനിക്ക് ആമേൻ അതെ ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടത് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ ആമേൻ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ നിനക്കും ദൈവനാമ മഹത്വത്തിനും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒരു നന്മയുടെ ആമേൻ ഡോർ നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കി തരുന്നുവെന്ന് ദൈവാത്മാവ് പറയുന്നു. കരപിടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ആമേൻ. ഏകദേശം 9 മണി ആമേൻ നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥം. ഹല്ലേലൂയ. അതെ എന്നെയും നിങ്ങളെയും സമ്പന്നനാക്കുവാൻ ഈ ഭൂമിയിലേക്ക് ദരിദ്രനായി ഇറങ്ങി വന്ന ദൈവപുത്രന്റെ ചരിത്രം പഠിച്ചാൽ അവന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ സമ്പന്നനാകാൻ വേണ്ടി ഈ ലോക ജീവിതത്തിൽ അവൻ ശ്രമിച്ചതായി നമുക്ക് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിതാവ് ഏൽപ്പിച്ച ദൗത്യം ആമേൻ കൃത്യമായി അവൻ ചെയ്തപ്പോൾ സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം അവനെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ കാണുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹല്ലേലൂയ. അവനെ അനുഗമിക്കുന്ന ദൈവവൈതലേ, അവന് താണെന്ന് വരാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ ദൈവം എന്നെ മാനിച്ചു, എന്റെ പൊസിഷനൊക്കെ മാറി, ഞാനിപ്പോ സ്തോത്രം പറയുന്നത് ഇച്ചിരി കനത്തിലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? ചങ്ങാത്തം കൂടത്തുള്ളൂ. അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കത്തുള്ളൂ. ആമേൻ. നോക്കണമേ ആമേൻ. ദൂതസന്നാഹങ്ങൾ ആമേൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുന്ന ആ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തെ ശക്തിപ്പെടുത്തുവാൻ എഴുതിയത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഹല്ലേലൂയ. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് രാത്രി സ്വയം താഴാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? തന്നെത്താനെ താഴുവാനും ദൈവവചനം അനുസരിക്കുവാനും എത്ര പേർക്ക് മനസ്സുണ്ട്? നിന്നെയാണ് സ്വർഗം ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിന്നെയാണ് സ്വർഗം അനുഗ്രഹിക്കുന്നത്. ആമേൻ. നിനക്കാണ് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല ആമേൻ അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ കൃപ നൽകിയിരിക്കുന്നത്. അല്ലാതെ കണ്ട ദുഷ്ടനും പാപിക്കും പരിഹാസിക്കും ഉള്ളതല്ല. ആമേൻ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അമ്മേ അതെ മനുഷ്യ സാദൃശ്യത്തിലായി. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 2 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ കാണുന്നത് അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. ആമേൻ. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ആമേൻ. കണ്ടാൽ ആമേൻ ഗ്ലാമർ വേണം,
ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന വണ്ടിക്ക് സ്റ്റാറ്റസ് വേണം, കയ്യിലിരിക്കുന്ന മൊബൈലിന് ആമേൻ അതെ ആമേൻ വില വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ബൈബിള് ആമേൻ അതെ നന്നായിരിക്കണം എങ്കിലേ ഉള്ളെന്ന അവസരം. പ്രൈസ് ഗോഡ്. ദരിദ്രനായി പിറന്ന ക്രിസ്തുവിനെ പോലെ ഉലകത്തിൽ ആത്മാക്കളെ നേടിയ ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആമേൻ ഉലകത്തിൽ ഇല്ലേ ഇല്ല. അങ്ങനെയെങ്കിൽ അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. അങ്ങനെയെങ്കിൽ ഈ സത്യവേദ പുസ്തകം എടുത്ത് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ പൈതലേ, ഈ ലോകം എന്നെ അറിഞ്ഞില്ല, ഈ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ഹല്ലേലൂയ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ഇന്ന് രാത്രി രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മാന്യ ശ്രോതാവേ, സഹോദരി സഹോദര, നിന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. നിന്റെ റോൾ മോഡലായ യേശുവിനെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. അതേ, ദേശം നിന്നെ നിന്ദിക്കുന്നുണ്ടോ? സഹോദരങ്ങൾ നിന്നെ നിന്ദിക്കുന്നുണ്ടോ? കൂടപ്പുറപ്പ് നിന്നെ നിന്ദിക്കുന്നുണ്ടോ? ഉറ്റവരും ഉടയവരും നിന്നെ നിന്ദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ത്യജിക്കപ്പെട്ടു. അതെ, നീ വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ഹല്ലേലൂയ. ചില രോഗങ്ങൾ നിന്നെ വിട്ടുമാറാതെ ആമേൻ നിന്നെ ഹല്ലേലൂയ നയിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ ഓർത്തോണം. ആമേൻ ഈ ക്രമക്കെട്ട് ലോകത്ത് ക്രമക്കോടോടെ ആമേൻ ഹല്ലേലൂയ നിന്ന് സഹിച്ച് ക്രൂശെടുത്ത് ആമേൻ ഇറ്റ് ഈസ് ഫിനിഷ്, എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞ് ആമേൻ പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ ഭരമേൽപ്പിച്ച ദൈവപുത്രനിലൂടെയാണ് അതേ ദൈവസഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ സഭയെ തകർക്കുവാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നിലൂടെ നിന്റെ ദേശത്ത് ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്നെങ്കിൽ ആമേൻ ചിലത് നീ ശീലിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ അതേ, അവനെ കാണുവാന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഹല്ലേലൂയ. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. ആമേൻ ഇന്ന് രാത്രി ചിലരങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ ഇവന്റെ അമ്മ അപ്പന്മാരെങ്കിലും ആരും പാപം ചെയ്തിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് അത്രേ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതേ സഹോദരി, അതേ മാതാവേ, അതേ പിതാവേ, അതേ അഭിഷക്തനെ, ഇന്ന് രാത്രി ചില വേദനകളിലൂടെ ചില കണ്ണുനീരിലൂടെ അതെ നിന്ന് ചുമന്നുകൊണ്ട് ഹല്ലേലൂയ നടക്കുമ്പോൾ ആമേൻ അരുമനാഥനെ കുറിച്ച് ചിലർ വിചാരിച്ചതുപോലെ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആ സൗഖ്യത്തെ ഏറ്റെടുക്കുവാൻ കഴിയാതെ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തുന്ന പാപ സ്വഭാവത്തെ ഇന്ന് രാത്രി ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകപ്പെട്ടു. ഹല്ലേലൂയ. നിർമ്മല മനസാക്ഷിക്കുടമയായി വിശുദ്ധ ജീവിതം നയിപ്പാൻ നീ സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഈ സത്യവേദ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യ ഉയർച്ചകളും പദവികളും മാന്യതകളും സ്വർഗം നിനക്ക് നൽകും. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ആമേൻ. ഞാൻ ഉൾപ്പെടെ എന്നെ മാറ്റി നിർത്തിയിട്ടല്ല, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഹല്ലേലൂയ. തെറ്റാത്താരമുള്ള ആമേൻ അതേ തെറ്റാത്താരമുള്ള ഒരുവനേ ഉള്ളൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതെ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താങ്കാന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. ഇതെല്ലാം ക്രിസ്തു ചെയ്തത് നിങ്ങൾ നിമിത്തം തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ
ആമേൻ പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നാം കുറിവാക്യത്തിൽ വായിച്ചതുപോലെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച എന്നെയും നിങ്ങളെയും ആ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ഇരുളിൽ അകപ്പെടുത്തി ആമേൻ വണങ്ങിയാ മതി, ആമേൻ കൽപ്പിച്ചാ മതി, ആമേൻ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയി തമ്പുരാൻ അത് നൽകുന്ന നന്മ അനുഭവിക്കാതിരിക്കുവാൻ, അതെ വെല്ലുവിളിച്ചു വരുന്ന പൈശാചിക പോരുകളോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഉയരത്തിലെ കൃപകളാൽ വരങ്ങളാൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെ എല്ലാം വായിച്ചു പറയുവാൻ സമയമില്ല. എങ്കിലും ഹല്ലേലൂയ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അങ്ങനെയുള്ള കവല ഇടയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് ഞാൻ നല്ല ഇടയനാകുന്നു. പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ നന്നായി അറിയുന്ന ദൈവം, നിന്റെ വേദനകൾ അറിയുന്ന ദൈവം, നിന്റെ കഷ്ടതകൾ അറിയുന്ന ദൈവം, നിന്റെ പ്രതികൂലങ്ങൾ അറിയുന്ന ദൈവം, നിന്നെ നന്നായി ഇതുപോലെ അറിയുന്ന ആമേൻ ആരുമില്ല ഉലകത്തിൽ. നിന്റെ ഭാര്യയ്ക്ക് നിന്നെ അറിയത്തില്ല, നിന്റെ ഭർത്താവിന് നിന്നെ അറിയത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്നെ അറിയത്തില്ല, നിന്റെ പ്രിയപ്പെട്ടവർക്ക് നിന്നെ അറിയത്തില്ല. എന്നാൽ നിന്റെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല ഇടയൻ. ഹല്ലേലൂയ. ആമേൻ. അതേ ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. പ്രൈസ് ഗോഡ്. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും അതിനോട് എന്നോട് എതിർത്ത് കളയില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ, ആമേൻ, ഈ ക്രിസ്തുവിനോട് കൂടെ ഞാൻ ഈ സമയം വരെയും പറഞ്ഞുകൊണ്ടിരുന്ന, ആമേൻ, തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ശ്രോതാവേ, രക്ഷിക്കപ്പെട്ടതാണോ, മാനസാന്തരപ്പെട്ടതാണോ, ശുശ്രൂഷയിലാണോ, അഭിഷക്തനാണോ, പ്രവാചകനാണോ, ആരുമായിക്കോട്ടെ, അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ ഈ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നാം സമ്പന്നർ ആകണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. കേവലം സമ്പത്തിലല്ല, മറിച്ച് ആമേൻ, അതെ, ദൈവം പറയുന്ന ആ നിലയിൽ സമ്പന്നനാകുവാനാണ്. മത്തായി സുവിശേഷം 19:28-29 യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് ആമേൻ കളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവന് അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സുവിശേഷത്തിൽ 3 സുവിശേഷങ്ങളിൽ ഈ വാക്യങ്ങൾ ആവർത്തിക്കുന്നത് കാണാം. എന്നാൽ ഒരു സുവിശേഷത്തിൽ മാത്രം ഭാര്യയെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ആമേൻ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. ആകയാൽ ആമേൻ, ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്.
ആമേൻ. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. അതെ, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും ഹല്ലേലൂയ പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാണ്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം ഹല്ലേലൂയ സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നന്മ പ്രാപിക്കുവാൻ അതെ ഒരുങ്ങിക്കൊള്ളുക. ഇതാ ഞാൻ വേഗം വരുന്നു. എന്റെ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന്റെ ദാരിദ്ര്യത്താൽ ഇത് സാധ്യമാക്കി തീർത്തു. യേശു പാപികൾക്ക് വേണ്ടി മരിക്കുവാനായി എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ രക്ഷയുടെ സമ്പത്ത് ഒരുവിന് ഹല്ലേലൂയ ആമേൻ അവൻ മരിക്കാതെ ഇരുന്നെങ്കിൽ, ഏൽപ്പിക്കാതിരുന്നെങ്കിൽ, സമർപ്പിക്കാതിരുന്നെങ്കിൽ ആമേൻ ഈ സമ്പത്ത് ഒരുവന് ലഭിക്കുമായിരുന്നില്ല. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും കൊടുക്കുന്ന വിഷയത്തിലും അപ്പോസ്തലന്മാർ യേശുവിന്റെ മാതൃക അനുകരിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ആമേൻ. അതെ, ഞാൻ പ്രാരംഭത്തിൽ ഒരു വാക്യം പറഞ്ഞിരുന്നു. ആമേൻ. അനവധി സമ്പത്തുകളുടെ ലിസ്റ്റിന്റെ കൂട്ടത്തില് വെള്ളിയും പൊന്നും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ആത്മാവിന്റെ നിറവിൽ ശുശ്രൂഷയുടെ അതേ മുൻനിരയിൽ നിൽക്കുന്ന അഭിഷക്തൻ പറയുകയാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അന്ന് ആ അനുഗ്രഹം, ആ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള വെള്ളിയും പൊന്നും ഈ അഭിഷക്തന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ വ്യാജം പറയില്ലായിരുന്നു. അവരതിനെ ഉപേക്ഷിച്ചു. അതുകൊണ്ട് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പത്രോസ് അവനോട്, സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. ഇന്ന് രാത്രിയിലും ദേവദാസിന്റെ പ്രസംഗമൊക്കെ കൊള്ളാം. അത് കുറെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ആമേൻ. നിർത്താതെ മണിക്കൂർ കണക്കിന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ, ഡാറ്റ ക്രമീകരണം ഒക്കെ ആരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എവിടുന്ന ഈ കിട്ടുന്നത്? ഇതൊക്കെ നിർത്താൻ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. ഇതൊക്കെ നിർത്താനൊക്കെ ഉള്ള പരിപാടി ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഓക്കെ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാ. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ കിട്ടുന്ന കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. നാം അങ്ങനെ ചെയ്യുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, തന്റെ മക്കളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ എന്നതിന്റെ തെളിവാണ് ഹല്ലേലൂയ ദൈവിക സമ്പത്ത് സന്തോഷത്തോട് ദൈവഭയത്തോടും കൂടെ വരുന്നു. അതിൽ ദുഃഖം കൂട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 22:4 ഹല്ലേലൂയ. അതേ, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ സ്വയം താഴാമോ, നീ ദൈവഭക്തി ഉള്ളവനായി മാറാമോ, അവർക്കുള്ള പ്രതിഫലമാണ് ധനവും മാനവും ജീവനും. പ്രൈസ് ദി ലോർഡ്. ധനം വേണം, മാനം വേണം, അത് അനുഭവിക്കുവാനുള്ള ജീവിതം വേണം. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മോശന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ സ്ഥലത്ത് ദൈവഭയമില്ല. നിശ്ചയം ആമേൻ. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. ഇങ്ങനെ നിരൂപിക്കുന്നവർ ഇന്നുമുണ്ട്. ഭാര്യ പറയുന്നതിന്റെ അപ്പുറം ഇപ്പുറം എന്ത് ചെയ്യത്തില്ല, ആണു ചലിക്കത്തില്ല. ആമേൻ. കർത്താവ് ആമേൻ ആദാമിനോട് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടത് കൊണ്ട് ആമേൻ നീ ഭൂമി നീ നിമിത്തം ശപിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെക്കാൾ ഉപരി ഭാര്യയുടെ വാക്ക് കേൾക്കുന്നവർ എവിടെയുണ്ടോ അവര് നിമിത്തം അത് ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ സ്ഥലത്ത് ദൈവഭയമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയമില്ലാത്തവരൊക്കെ ഇങ്ങനെയുള്ള ക്രമക്കേടിലൊക്കെ അകപ്പെട്ടു പോകുന്നത്. 34 സങ്കീർത്തനം 11, 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മക്കളെ വന്നെനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരാ? 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 ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും ശ്രദ്ധിച്ചു കേൾക്കണേ, ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ആമേൻ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ മഹത്വമായവൻ, പരിചയമായി വെളിപ്പെടുന്നവൻ, തല ഉയർത്തുന്നവൻ, ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച്
കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഒരു ദോഷവും കൂടാതെ ആമേൻ. അത് നിനക്ക് പരിചയമായി വെളിപ്പെടുന്ന സാന്നിധ്യം. മഹത്വമായവൻ, നിന്റെ തല ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ആമേൻ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തൻ ഇങ്ങനെയായിരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കഴിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ മകൻ എന്ന നിലയിൽ ഒരിക്കലും ദാരിദ്ര്യത്തിൽ, അഭാവത്തിലും ആമേൻ ഹല്ലേലൂയ അതേ കണ്ണുനീരിന്റെ നിരാശയുടെ അനുഭവത്തിലോ ആമേൻ തകർന്നു പോകുവാൻ അതേ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. മറിച്ച് നിങ്ങളെ സമ്പന്നരാക്കുന്ന ആ ദൈവാനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതേ നിന്നെ സമ്പന്നനാക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായി ക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തെ ഭയപ്പെട്ട് ഈ ഭൂമിയിൽ അതേ മക്കളും ഭാര്യയും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതുവഴി നിങ്ങളുടെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ആമേൻ ദരിദ്രരായി കഴിയുന്നവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. സന്തോഷമുള്ളവർ ആ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതെ, നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ ഒരു ജയാളിയായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ആമേൻ പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ആമേൻ, ഞാൻ വിചാരിക്കുന്നതിലും കൂടുതൽ എന്നെ സമ്പന്നനാക്കുവാൻ ഹല്ലേലൂയ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രി തിരുവചനത്തിലൂടെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഹല്ലേലൂയ ആമേൻ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയാകേണ്ടതിന് അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായി എല്ലാ നിലയിലും യേശുവിൻ നാമത്തിൽ അവിടുന്ന് അനുഗ്രഹിക്കുവാനായിട്ട് ഇന്ന് രാത്രി ആമേൻ സമർപ്പിക്കപ്പെടുന്നവരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമകളായി എല്ലാവരും മാറ്റപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പാപികൾ മനം തിരിയട്ടെ. പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ഈ സമയം വരെയും പങ്കെടുത്ത സജി വർഗീസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ബിജു പിയാറിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. സന്തോഷ് ചാലക്കുടി ആമേൻ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ചു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ ദാസി അനുഗ്രഹിതമായ നിലയിൽ ആത്മീയ ഗാനങ്ങൾ പാടി അനേകരെ സന്തോഷിപ്പിക്കുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു മിഷണറി കുടുംബമാണ്. ആ കുടുംബത്തെ ആമേൻ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഷിജിമോൾ ബെന്നി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കലാ സുകുമാരി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബെയ്യൂല ചോമോനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സതീഷ് ആമേൻ, ധരണി ആമേൻ, അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ജിസമോൾ സന്തോഷിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സേഫ രാജേഷിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഷിബുവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതേ സാം പി എസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. പി എം ജോണിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സെബാസ്റ്റ്യൻ ജോസഫിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഷാൽവിൻ ജോർജിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജെയിംസ് ഷാരോനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ജി എൽ സാമിനായി സ്തോത്രം ചെയ്യാം. ബിജു പി ആറിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തോമസ് അബ്രഹാം അണലിപ്പറമ്പിലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ കൂട്ടായ്മയിൽ സജീവമായി പങ്കാളിത്തം വഹിച്ച ചെറിയവരെയും വലിയവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശം എത്തുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ഇതിന്റെ ഡാറ്റ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലെ സകലവിധ നന്മകളാലും ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ ശക്തനാണെന്നുള്ള സന്ദേശം ദൈവം നമ്മളെ കേൾപ്പിച്ചു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ഉയരത്തിലെ എല്ലാവിധ അനുഗ്രഹത്താലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി തങ്കമ്മ സഹോദരി കൂടെ ഉണ്ടോ? തങ്കമ്മ സഹോദരി ഉണ്ടോ? ആമേൻ. ഇന്ന് രാത്രി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ആരെങ്കിലും ഒരാള് ശബ്ദം ഉയർത്തി എല്ലാവരെയും ഓർത്ത് പൊതുവിനെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം പ്രാർത്ഥിച്ചു. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഈ അനുഗ്രഹപ്പെട്ട സമയങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന സമയോട്ടപ്പാതോടുത്തരായിരിക്കാൻ മറ്റുമില്ലാത്ത ബന്ധങ്ങളെ കേൾക്കുവാൻ വചനം സൂക്ഷിപ്പാൻ ആവശ്യത്തിന് കരങ്ങളെടുത്ത് സ്തോത്രം. ദേശത്തിന്റെ നാനാഭാഗങ്ങളില്
രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഇരുന്ന കർത്താവിന്റെ മുഖത്തുള്ള വചനം കേൾക്കുവാൻ പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിച്ചനായി കർത്താവി കേട്ട എല്ലാ പ്രിയപ്പെട്ട കർത്താവിനോട് അനുഗ്രഹിക്കണമേ. ദാസനെ കുടുംബത്തെ അതുമായി അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കേട്ട വചന കർത്താവി അത് 30, 60, 100 പേരെ ഓരോ ഹൃദയത്തിലും പരിശുദ്ധാനം നെടിയാക്കി തീർക്കുമാറാകണമേ. വചനം കേട്ട് ആരും ശിക്ഷാവിൽ അകപ്പെടുവാൻ ഇടയാകാതെ വേണം. അതിന്റെ രാജ്യത്തിന് അവകാശികളായി തീരുവാൻ എല്ലാം ഒരുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ പറ്റി ആശ്വസിപ്പിക്കണമേ, സഹായിക്കണം, വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമത്സരെ വിടുവിക്കുന്ന ദൈവമായിരിക്കാൻ കേട്ട വചന കർത്താവി ജീവിതത്തെ ചൈതന്യം പ്രാപിച്ച് സജീവമായി പ്രയോജനപ്പെടുവാൻ എല്ലാ മക്കളെ പറ്റും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആമേൻ കോൺഫറൻസ് സ്കൂളിൽ പങ്കെടുത്ത എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കർത്താവിന്റെ ദാസി ലീലാമ്മ ജോസിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വത്സമ്മ ബാബുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കുഞ്ഞമ്മ വളാൽ ആമേൻ ബീൻമനടിയിലുള്ള കുഞ്ഞമ്മാനിക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ. KS അമ്മണി അവറുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ 85-ാമത്തെ വയസ്സിലും ആരോഗ്യത്തോടെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഇരിക്കുവാൻ കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കുഞ്ഞമ്മ രാജുവിനായി സ്തോത്രം ചെയ്യാം. തങ്കമ്മ ആമേൻ ജോസിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. കല സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ. നന്ദന സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. ബിജു PR-നായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഷീല സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരണി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. സൂസി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഇന്ന് രാത്രി പ്രിയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയങ്ങൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ആമേൻ. അതുപോലെ തന്നെ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂടപ്പറപ്പിന് പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവിന്റെ ദാസൻ സന്തോഷ് കുമാറിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ സേഫ രാജേഷ് ആമേൻ ആ കുടുംബത്തെ ദൈവ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ. ഈ ഒരാഴ്ച ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ജീവിക്കുവാൻ കൃപ ചെയ്തു. ദൈവം അനുവദിച്ചാൽ നാളെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ തത്സമയ ആരാധന കൃത്യം 12:30 ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആമേൻ. ലൈവ് ഉണ്ടായിരിക്കും. സാഹചര്യവും സമയവും സന്ദർഭവും ഉള്ളവർ ആരാധനയിൽ പങ്കെടുക്കുക, ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.